കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. സംസ്ഥാനത്തെ ഉത്സവാഘോഷങ്ങൾക്ക് അനുയോജ്യമായി എക്സ്പ്ലോസീവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം ഞായറാഴ്ച ചേർന്ന അവലോകന യോഗത്തിൽ പ്രമേയത്തിലൂടെ കേന്ദ്ര സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. 2008 എക്സ്പ്ലോസീവ് ചട്ടങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്തൊട്ടാകെ വിവിധ ആഘോഷ പരിപാടികൾ നടത്തിവരുന്നത്. എന്നാൽ പ്രസ്തുത ചട്ടം ഉത്തരേന്ത്യൻ ഉത്സവാഘോഷങ്ങളായ ദീപാവലി, ദസറ എന്നിവയ്ക്ക് ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഉത്സവങ്ങൾക്കനുസൃതമായി ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ സുരക്ഷിതമായും നിയമാനുസൃതമായും കരിമരുന്ന് പ്രയോഗം നടത്തുവാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നിലവിലുള്ളതിനേക്കാൾ ഉയർന്ന തോതിൽ അനുമതി നൽകുവാൻ അധികാരം നൽകുകയും അതോടൊപ്പം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വെടിക്കെട്ട് നടത്തുന്ന കരാറുകാരന് അളവിലും തൂക്കത്തിനുമുള്ള പരിധി ഉയർത്തിയും കേരളത്തിലെ ഉത്സവങ്ങൾക്ക് വെടിക്കെട്ടിന് ആവശ്യമായ സാമഗ്രികൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതിയും ഉത്സവ ആഘോഷ കമ്മിറ്റികൾക്ക് കൂടിയ തോതിലുള്ള പ്രദർശനാനുമതി നൽകിയാൽ മാത്രമേ നിയമാനുസൃതമായ വെടിക്കെട്ട് ഭാവിയിൽ സുഗമമായി നടത്തുവാൻ സാധിക്കുകയുള്ളൂ. ബൃഹത്തായ ഉത്സവാഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവിധ തൊഴിലവസരങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവണമെന്നും എക്സ്പ്ലോസീവ് ചട്ടത്തിൽ ഭേദഗതി ഉടൻ വരുത്തണമെന്നും ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കുമരനെല്ലൂർ ദേശം പ്രസിഡന്റ് AK സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം നടന്നത്. നിലവിലെ നാട്ടാന പരിപാലന ചട്ടത്തിൽ മാറ്റം വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയെ യോഗം സ്വാഗതം ചെയ്തു. അതിന്റെ തുടർച്ചയായി കേരളത്തിലെ ഉത്സവങ്ങൾ ഗരിമ ചോരാതെ നടത്തുന്നതിനു വേണ്ടി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ കൊണ്ടുവരുന്നതിനായി സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത ഉത്സവ സീസണിൽ എഴുന്നള്ളിപ്പിനുള്ള ആനകളുടെ കുറവ് നികത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതിനുവേണ്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്നും ഉത്രാളിക്കാവ് പൂരത്തിനു വേണ്ടി കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകി വരുന്ന ധനസഹായം കാലാനുസൃതമായി വർദ്ധിപ്പിച്ച് ഓരോ ദേശത്തിനും 2 ലക്ഷം രൂപ വീതം കിട്ടുന്ന തരത്തിൽ ഉയർത്തുവാൻ വേണ്ട നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വേണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. 2024 ഉത്രാളിക്കാവ് പൂരവും പൂരനിലാവും പ്രൗഢഗംഭീരമായി നടത്തുവാൻ സഹകരിച്ച ജില്ലാ ഭരണകൂടത്തോടും ജനപ്രതിനിധികളോടും വിവിധ സർക്കാർ വകുപ്പുകളോടും വ്യാപാരി വ്യവസായി സമൂഹത്തോടും വിവിധ സന്നദ്ധ സംഘടനകളോടും പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരോടും പൂരപ്രേമികളോടും ദേശക്കാരോടുമുള്ള കൃതജ്ഞത യോഗത്തിൽ രേഖപ്പെടുത്തി. യോഗത്തിൽ ജനറൽ സെക്രട്ടറി PA വിപിൻ, വർക്കിംഗ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, കമ്മിറ്റി ഭാരവാഹികളായ ട്രഷറർ P പ്രസാദ്, KR രമേശ്, V ശ്രീധരൻ, മോഹൻ കീഴ്പ്പട, ശ്രീനാഥ് P, രാഹുൽ ഓലശ്ശേരി, K മനോജ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. VCV ന്യൂസ്, കുമരനെല്ലൂർ.